കാശിനാഥൻ IPS. രചന മാധവി മാധു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡോക്ടറുടെ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ അവളെ നോക്കി. കണ്ണുകളടച്ച് മറ്റേതോ ലോകത്താണ്. വീണതാ ഡോക്ടർ, അവൻ പറഞ്ഞൊപ്പിച്ചു. ഈ മരുന്ന് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ വീഴുന്നത് ശരിയല്ല. ഭാവിയിൽ അത് ഒരുപാട് ദോഷം ചെയ്യും. നിങ്ങൾ പുതിയ ദമ്പതികളോട് എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തന്നില്ലല്ലോ. അയാൾ കണ്ണട നേരെ വെച്ച് അവന്റെ കയ്യിലേക്ക് ചീട്ട് നീട്ടി. ഡോക്ടർക്ക് ഫീസ് കൊടുത്തു. ഡോക്ടർ കൂടെ മരുന്ന് വാങ്ങാൻ പോയി. അവൾ കണ്ണുകൾ അടച്ച് കിടന്നു. പതിയെ കണ്ണുകൾ തുറന്നു. ആരുമില്ല. ഒരു കുഞ്ഞു മഞ്ഞവെട്ടം മാത്രം മുറിയിലുണ്ട്. ഒരിടുങ്ങിയ മുറി, ഒരു കട്ടിൽ, അതിൻ്റെ അറ്റത്ത് മുഷിഞ്ഞ തുണികളുണ്ട്. അയലുമുണ്ട് കുറെ മുഷിഞ്ഞ തുണികൾ. ഡോക്ടർ വന്നുപോയപ്പോൾ കണ്ണുകൾ അടച്ചതാണ്. ഇപ്പൊ വേദനകളെല്ലാം കുറഞ്ഞു. കാലിന് മാത്രം വേദന തോന്നുന്നുണ്ട്. പതിയെ എഴുന്നേറ്റിരുന്നു. തല കറങ്ങുന്നു. മിനിഞ്ഞാന്ന് രാത്രി എന്തോ കഴിച്ചതാണ്. വിശക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ? അയാളുടെ പേര് വിളിക്കാൻ ആൾക്കൊരു പേടി തോന്നി. അല്ല, എന്തിനാ പേടിക്കണ്ടേ? ഇപ്പൊ ഞാൻ അയാൾ തിന്നുന്ന ഭക്ഷണമാണോ? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? മരിക്കാൻ പേടിയെന്നുള്ളതുകൊണ്ട് മാത്രം ജീവിക്കുന്നു. ഈ കാലം അത്രയും സംരക്ഷിച്ച മാനം ഒരൊറ്റ രാത്രി കൊണ്ട് ആരുടെയൊക്കെയോ വാക്കുകളാൽ പോയി. ഒരു നോട്ടം കൊണ്ട് പോലും കളങ്കപ്പെടാത്ത ഞാൻ ആരുടെയൊക്കെയോ വാക്കുകളാൽ കളങ്കപ്പെട്ടു. ഓർക്കും തോറും ഉള്ളം പിടഞ്ഞു. മരിക്കാം. ആർക്കും വേണ്ടാതെ എന്തിനാ ജീവിക്കുന്നത്? മാനവുമില്ല, സ്വപ്നവുമില്ല, ആഗ്രഹവുമില്ല. ബൈക്കിന്റെ ശബ്ദം കേട്ടു. അയാൾ വന്നെന്ന് തോന്നുന്നു. വാതിൽ തുറന്ന് അയാൾ മുറിയിലേക്ക് വന്നു നിന്നു. ഇന്നാ നിനക്കുള്ള മരുന്നാ. അയാൾ മരുന്ന് കട്ടിലേക്ക് എറിഞ്ഞു. ഫുഡ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചിട്ട് മരുന്ന് കഴിക്കുക. എന്നെ നോക്കാതെ ആരോടെന്നില്ല പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തിരിഞ്ഞു. എനിക്ക് മരിക്കണം. അത്രമാത്രം വായിൽ നിന്ന് വന്നു. അയാൾ തിരിഞ്ഞു നോക്കി. പിന്നെ ഒരു പൂച്ച ചിരിയായിരുന്നു. ചിരിക്കുമ്പോൾ മാത്രം അയാളുടെ കവിളിൽ വിരിയുന്ന നുണക്കുഴിയിൽ അവൾ നോക്കിയിരുന്നു. നിന്റെ കൈ കാണിച്ച്. ചിരി നിർത്തിയിട്ട് അവൻ എന്നോട് പറഞ്ഞു. കൈകൾ കാണിച്ചു കൊടുത്തു. നിന്റെ കൈ ഞാൻ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ചാവണമെങ്കിൽ ചാവാം, ആരും തടസ്സം പറയില്ല. പക്ഷേ ഈ വീട്ടിൽ വെച്ച് വേണ്ട. പുറത്തു പോയി വല്ല വണ്ടിയുടെ അടിച്ചാടോ, പുഴയിച്ചാടുവോ, പെട്രോൾ ഒഴിച്ച് കത്തിക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. അത്രയും പറഞ്ഞ് അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അയാളുടെ വാക്കുകളെ ഓർത്തു. ശരിയാണ്, ഞാൻ മരിക്കാൻ തീരുമാനിച്ചാൽ ആരാണ് എനിക്ക് തടസ്സം നിൽക്കാനുള്ളത്? ആരുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് അയാളോട് അനുവാദം ചോദിച്ചത്? വല്ലതും കഴിച്ചിട്ട് പോയി ചാവ്. പട്ടിണി കിടന്നു ചത്താലേ എന്നോട് വന്ന് നീ പ്രതികാരം ചെയ്യില്ലേ? കളിയായി അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ട് ചുണ്ണിൻ്റെ അറ്റത്തൊരു ഇളം പുഞ്ചിരി വിരിഞ്ഞു. പതിയെ കാലുകളിൽ ബലം കൊടുക്കാതെ നടന്നു. ഹാളൊന്ന് നോക്കി. അത്യാവശ്യം വലിപ്പമുള്ള ഹാള്. ഹാളിൽ നിന്ന് 4 വാതിലുണ്ട്. ആദ്യത്തെ കയറി വരുന്ന വാതിൽ, രണ്ടാമത് കിടന്ന മുറിയുടെ, മൂന്നാമത് മറ്റൊരു മുറിയുടെ, 4ാമത് അടുക്കളയിലേക്ക്. അടുക്കളയിൽ നിന്നും പുറകുവശത്തെ ഇറയം. ഇറയത്തിന്റെ ഒരു മൂലയിലായി ബാത്റൂം. അടുപ്പും അതിനോട് ചേർന്ന് അമ്മിക്കല്ലും തറ. അവിടെ നിന്ന് മറുവശത്തെ മുറ്റത്ത് കെട്ടിയ ഒരു കിണർ. മേശയുടെ അടുത്ത് വന്ന് നിന്നു. മേശയിൽ പോലും പൊടി. ഒരു വര വരച്ചാൽ നല്ല കൃത്യമായി തെളിഞ്ഞു കാണും. അതുപോലെ പൊടിയാണ്. ഇയാൾ എങ്ങനെയാണ് അതിൽ ജീവിക്കുന്നത്? അത് ശരിയാണല്ലോ, ഇയാളുടെ കിടപ്പിയുടെയല്ലോ, ശാന്തി ചേച്ചിയുടെ കൂടെയല്ലേ. പിന്നെ ഈ വീടൊന്ന് വൃത്തിയാക്കിയിടണം. പൊതിയോർന്ന് ആൾ കഴിക്കാൻ തുടങ്ങി. തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയുന്നില്ല. 2 ദിവസം ഒന്നും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. തൊണ്ടക്കുഴിയിൽ തന്നെ നിൽക്കുന്നു. വായ മുറിഞ്ഞുകൊണ്ട് എരി വന്ന പൊള്ള നീറ്റിൽ വേറി. കണ്ണുകളടച്ച് നീറ്റിൽ സഹിച്ച് ഫുഡ് ഇറക്കി. വെള്ളത്തിനായി മേശ മുഴുവൻ നോക്കി. വെള്ളമില്ല. തൻ്റെ മുമ്പിൽ വെള്ളത്തിൻ്റെ ഒരു കുപ്പി വെച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആൾ കുപ്പി തുറന്ന് വെള്ളം കുടിച്ചു. തൊണ്ടയിൽ എന്തൊക്കെയോ വേദന. വയറ്റിലൊന്നും ചെല്ലാത്ത പോലെ തോന്നുന്നു. വെള്ളം കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ ആർത്തിയോടെ ആഹാരം കഴിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് വയറു നിറയെ ആഹാരം കഴിച്ച പോലും ഇന്നാണ്. കൈയും മുഖവും കഴുകി ഇറയത്തേക്ക് നടന്നു. അവിടെ കസേരയിൽ നിന്ന് ഇറയത്തെ ഭിത്തിയിലേക്ക് കാലും കയറ്റി വെച്ച് ഫോണിൽ നോക്കുന്നുണ്ട് കാശി. ആളവൻ്റെ അടുത്ത് വന്ന് നിന്നു. ഒന്ന് മുരടനക്കി. അവൻ തലയിരിച്ച് അവളെ നോക്കി. ഇവിടെ നിന്ന് നേരെ വലത്തോട്ട് പോയാലേ നമ്മൾ വന്ന വഴിയിൽ ഒരു അമ്പലം കാണും. അവിടുത്തെ അമ്പലക്കുളത്തിൽ ചാടിക്കോ. നീന്തലറിയാത്തൊരു ചാടിയ പിന്നെ ശാം പോലും കിട്ടില്ല. സമയങ്ങളുണ്ടാ. ഇപ്പൊ പോയ ഈ കാലം കൊണ്ട് സന്ധ്യയാകുമ്പോൾ അവിടെ ചെല്ലാം. ദീപാരാധന കഴിഞ്ഞിട്ട് ആളുകളുണ്ടാവില്ല. ആരും തടയില്ല. ആളോട് പറഞ്ഞ് വീണ്ടും ഫോണിലേക്ക് നോട്ടം വായിച്ചു. ആളൊന്നും മിണ്ടിയില്ല. എനിക്ക് ആൾ പറയാൻ തുടങ്ങിയതും അവൻ അവളെ നോക്കി. അവൾ തലതാഴ്ത്തി. ജീവിക്കണമെങ്കിൽ ഇവിടെ കിടക്കാം. നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാം. എനിക്ക് ജീവിക്കണം. അത് ജീവിക്കാനുള്ള കൊതിയുണ്ടല്ല, മറിച്ച് മരിക്കാനുള്ള പേടിയുണ്ടാ. ആൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ നോക്കി. എന്നിട്ട് അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആൾ പാതി കെട്ടിയ ഭിത്തിയിൽ അവൻ അഭിമുഖമായിരുന്നു. നീ എന്ത് ചെയ്യായിരുന്നു? ഡിഗ്രി കഴിഞ്ഞു, ഹിസ്റ്ററി. അവരാരാ? നിന്റെ ചെറിയമ്മ? അമ്മയുടെ അനിത്യാണോ? അല്ല, അച്ഛൻ്റെ 2ാമത്തെ ഭാര്യ. എനിക്കെൻ്റെ അമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല. ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് അമ്മ പോയി. പിന്നെ അച്ഛനായിരുന്നില്ല. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് അച്ഛനെ വീട്ടുകാർ 2ാമത് വിവാഹം കഴിപ്പിച്ചു. വസുന്ധര എന്ന അവരുടെ പേര്. അച്ഛൻ്റെയും ചെറിയമ്മയുടെയും മോളാണ് കാവ്യ. പാവ. ചെറിയമ്മയെ പേടിച്ചിട്ടാ എന്നോട് മിണ്ടാത്ത്.
അച്ഛൻ മരിക്കുന്നവരെ ചെറിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ കൂടി പോയതിനു ശേഷം എന്നെ ഒരുപാട് ഉപദ്രവിക്കും. പഠിക്കാൻ വിടില്ലെന്ന് പറയും, പണിയാൻ പോകണമെന്ന് പറയും. എനിക്ക് പഠിക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ എന്നെ ഒരുപാട് തല്ലി. ആ വീടും മറ്റവരുടെ പേരിലാണെന്നും എന്നെ ഇറക്കി വിടുന്നു, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുമെന്നും പറഞ്ഞു. എനിക്ക് കഴിക്കാൻ ആഹാരം പോലും തന്നില്ല. ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ജോലിക്ക് പോകാനായിട്ടാണ് അന്ന് ഇറങ്ങിയത്. പക്ഷേ വാക്കുകൾ പൂർത്തിയാക്കാതെ അവൾ കരഞ്ഞു. പക്ഷെ ആ സങ്കടത്തിനും ഒരു സന്തോഷമുണ്ടായിരുന്നു. നാളുകളായി മനസ്സിൽ കൊണ്ടുനടന്ന സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഒരാളെ കിട്ടിയതിൽ അവളെ തന്നെ നോക്കിയിരുന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. താങ്ക്സ്. അവൻ എന്തിനെന്നുള്ള രീതിയിൽ അവളെ നോക്കി. തലേ ദിവസം രാത്രി അവർ കാണാൻ കുറച്ച് ചോറെടുത്ത് കഴിച്ചതിന് എന്നെ ഒരുപാട് തല്ലി. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ചോറ് പോലും നിലത്തിട്ട് ചവിട്ടി. എനിക്ക് ശരിക്കും വിശന്നിട്ടാ സ്വന്തം വീട്ടിൽ നിന്ന് പോലും മോഷ്ടിച്ച് കഴിച്ച്. അതിനവരെന്നെ കള്ളിയെന്ന് വിളിച്ച് ചട്ടുകം വെച്ച് കൈകളിൽ പൊള്ളിച്ചു. അവൾ കൈകൾ നീട്ടി കൈയറ്റം വരെയുള്ള ടോപ്പ് പൊക്കി കൈ അവന് നേരെ കാണിച്ചു. കയ്യിലെ തൊലി പോയിരിക്കുന്നു. ഡ്രസ്സ് കൊണ്ടുവരഞ്ഞതിനാൽ ചോര പൊടിയുന്നുണ്ട്. അവൻ ചാടി എഴുന്നേറ്റു അവളുടെ കൈകൾ പിടിച്ചു. നീ എന്നിട്ട് എന്താ എന്നോട് പറയായിരുന്നേ? വാ ഹോസ്പിറ്റൽ പോവാം, ഇങ്ങനെ ഇരുന്ന മുറി പഴുക്കും. അവന്റെ ആകുല നിറഞ്ഞ സംസാരത്തിൽ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. അവൻ അവളെ നോക്കിയപ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രയെയാണ് കാണുന്നത്. അവൻ അപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് ഓർമ്മ വന്ന് അവൻ അവളുടെ കൈകളെ മോചിപ്പിച്ച് കസേരയിൽ വന്നിരുന്നു. അവളെ നോക്കിയില്ല, പക്ഷെ അവളുടെ നോട്ടം തന്നിലാണെന്ന് അവൻ മനസ്സിലാക്കി. അകത്ത് പോയി റെസ്റ്റ് എടുത്തോ. അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. കട്ടിൽ വെച്ചിരുന്ന മരുന്നെടുത്ത് കഴിച്ചു. കണ്ണുകൾ അടച്ചു. തന്നെ താങ്ങാനെന്ന പോലെ അവന്റെ കൈകളെ കണ്ട് അവൾ പുഞ്ചിരിയോടെ ഉറക്കത്തിലേക്ക് വീണു. അവളുടെ വേദനകൾ കേട്ടപ്പോൾ താൻ അനുഭവിക്കുന്ന അനാഥത്വം ഒന്നുമല്ലെന്ന് തോന്നി. സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു നേരത്തെ ആരം കട്ടി നിന്ന അവസ്ഥ. അവൻ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. അവൾ എഴുന്നേറ്റു. വയറിനൊക്കെ ഒരു വേദന. 2 ദിവസത്തിന് ശേഷം ആഹാരം കഴിച്ചുകൊണ്ടാവാം ഒന്ന് കുളിക്കണം. ഇന്നലെ മുതൽ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഡ്രസ്സാണ്, വേറൊന്നും കയ്യിലില്ല. ആകെയുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ് മാത്രമാണ്. മുന്നിലെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. അവനവിടെ കാണുന്നു വിചാരിച്ച് അങ്ങോട്ട് നടന്നു. അവിടെ കസേരയിൽ ചാരിന്ന് ഉറങ്ങുന്നവനെ കണ്ടപ്പോൾ പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു. കുഞ്ഞുകുട്ടികളുടെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്നു. ആളവനെ തോണ്ടി വിളിച്ചു. അതേ. അവൻ തല മറ്റൊരു വശത്തേക്ക് ചെരിച്ച് ഞരങ്ങി മൂളി. എനിക്ക് കുളിക്കണം, ഡ്രസ്സൊന്നുമില്ല. മുറിയിൽ കുറച്ച് ഡ്രസ്സ് എളുപ്പമുണ്ട്, ഞാനൊരെണ്ണം എടുത്തോട്ടെ? ഇത് കഴുകി ഉണങ്ങുമ്പോൾ കഴുകിത്തരാം. അവൻ ഉറക്കത്തിൽ തന്നെ അവൾക്കുള്ള മറുപടി നൽകി. ആളവനെ നോക്കി അകത്തേക്ക് കയറി. മുറിയിൽ നിന്ന് അവൻ്റെ ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തു. ഇതെല്ലാം ബ്ലാക്ക് ആണല്ലോ. ഇയാൾക്കാരെങ്കിലും ബ്ലാക്കിൽ കൈവശം കൊടുത്തിട്ടുണ്ടോ പോലും? ഒരു കാവി മുണ്ടും എടുത്ത് അടുക്കളപ്പുറത്തേക്ക് നടന്ന് അടുക്കളയിൽ നോക്കി. എന്റെ മഹാദേവ, ചേരക്കുഞ്ഞിനെ കാണാണ്ടിരുന്ന മതിയായിരുന്നു. മാറാല പിടിച്ച് അടുപ്പിലേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അവൾ ആത്മഹത്യം ചെയ്തു. ബാത്റൂമിന്റെ വാതിൽ തുറന്നു. അതുമാത്രം നല്ല വൃത്തിയായി കിടപ്പുണ്ട്. ആൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് കുളിച്ചു. തണുത്ത വെള്ളം മേത്തോട്ട് ചാടുമ്പോൾ ശരീരത്തിന്റെ അവിടെയായി നേറി. ആൾ അവന്റെ ഷർട്ടും മുണ്ടും എടുത്ത് പുറത്തേക്ക് വന്നു. ബാത്റൂമിൽ വെച്ച് നനച്ച അവളുടെ ഡ്രസ്സ് അയയിലേക്ക് ഇട്ടു. അടുക്കളയിലേക്ക് കയറി. പൊഴിഞ്ഞു തീരാറായ ഒരു ചൂലുകൊണ്ട് അടുക്കള തൂത്തുവാരി. അടുക്കളയിൽ തട്ടുമുട്ടും കേട്ടാണ് കാശി കണ്ണുകൾ തുറന്ന് ഇരുട്ടി തുടങ്ങി. ഉറക്കത്തിലെപ്പോഴോ അവൾ അടുത്തു വന്ന പോലെ തോന്നി. അവൾ എന്നോട് എന്തൊക്കെയോ ആവശ്യപ്പെട്ടതുപോലെയും ഞാൻ അതിനൊക്കെ സമ്മതം മൂളിയ പോലെയൊക്കെ സ്വപ്നം കണ്ട് അടുക്കളയിലേക്ക് കയറി കാശി അവളെ കണ്ട് തരിച്ചു നിന്നു. തന്റെ ഷർട്ടിനുള്ളിൽ കയറി നിൽക്കുന്ന അവളെ കണ്ട് അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അവളെ പോലെ രണ്ടുപേർക്കും കൂടി അതിനുള്ളിൽ കയറാം. മുണ്ട് മടക്കി കുത്തി അടുക്കളയിൽ മാറാല കളയുകയാണ്. താൻ വന്നുപോലും അറിഞ്ഞിട്ടില്ല. മുട്ടിന് കീഴ്പോട്ട് നഗ്നമായ അവളുടെ വെളുത്ത കാലുകൾ നോക്കി. അവിടെ ആ ഈർക്കിളി കൊണ്ട് മുറിഞ്ഞ പാടുകൾ. കാലിൽ ആണി കൊണ്ട മുറിവിൽ നിന്ന് ചോര പൊടിയുന്നുണ്ട്. ഡീ! ആൾ ഞെട്ടി പുറകിലേക്ക് വീണു. കയ്യിലെ ചൂല് താഴേക്ക് വീണു. അവനെ കണ്ട് അവൾ പേടിച്ചു. ഞാൻ ആകെ മുഷിഞ്ഞിവിടെ നന്നാക്കാൻ. പേടിച്ചിട്ട് വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല. എന്റെ വീട് എങ്ങനെയാണോ അങ്ങനെ കിടന്നാ മതി, കൂടുതൽ നന്നാക്കാൻ ഇറങ്ങണ്ട. ആൾ മനസ്സിലായി എന്നുള്ള രീതിയിൽ തലയാട്ടി. അവനവളെ മൊത്തത്തിൽ കണ്ണോടിച്ച് നോക്കി. ആൾ മടക്കി കുത്തിയമുണ്ട് പതിയെ അഴിച്ചിട്ടു. അവനവളെ രൂക്ഷമായി നോക്കി. നീ ആരോട് ചോദിച്ചിട്ടാ എന്നെ ഡ്രസ്സ് എടുത്തെറിഞ്ഞേ? അവന്റെ ശബ്ദമുയർന്നപ്പോൾ അവൾ പേടിച്ച് പുറകിലേക്ക് നീങ്ങി. അത് ഇയാള് പറഞ്ഞിട്ടല്ലേ? അവന് നേരെ കൈ ചൂണ്ടി. ആൾ പറയുന്നത് കേട്ടപ്പോഴാണ് അവന് ബോധം വന്നത്. ഉറക്കത്തിൽ താൻ സ്വപ്നം കണ്ടാലെന്നുള്ള കാര്യം. അവൻ അവളോട് അകത്തേക്ക് കയറിപ്പോവാൻ പറഞ്ഞു. അടുക്കള പണിയൊന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അവൻ കുളിക്കാനും പോയി. അവൻ കുളി കഴിഞ്ഞിറങ്ങി. അടുക്കള വൃത്തിയാക്കി. ആളും വൃത്തിയാക്കി. ആൾ കൂടാൻ വന്നപ്പോൾ അവൻ ദേഷ്യപ്പെട്ട് നോക്കിയപ്പോഴേ സ്ഥലം വിട്ടു. ആൾക്ക് വയറു നടു ഒരുപോലെ വേദനിക്കാൻ തുടങ്ങി. ദൈവമേ, പണി പാടല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് മതി പ്ലീസ്. അവളാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ബാത്റൂമിലേക്ക് പോയി. എല്ലാം വൃത്തിയാക്കി അടുക്കളപ്പുറത്ത് ചൂലും വെച്ചു. അവൻ തിരിഞ്ഞകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ശൂശു എന്ന് കേട്ടത്. അവൻ പാമ്പാണെന്നേരി ചുറ്റും നോക്കി. ഒന്നും കാണാനായിട്ട് തിരിച്ചു കയറാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കേട്ടു. അതേ!
ബാത്റൂമിൽ നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് അവനെ വിളിക്കുന്ന അവളെ കണ്ട് അവൻ അവളെ നോക്കി പേടിപ്പിച്ചു. എന്നാടി? അത് പിന്നെ എന്നാ അവളെ വല്ല പാമ്പോ മറ്റോ ഉണ്ടോ? ഇല്ലെന്ന് അവൾ തലയാട്ടി. പിന്നെന്നാ വേഗം അകത്തേക്ക് കയറുവാ. അവൻ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. അതേ, നിനക്ക് എന്നാ വേണ്ടേ? അവൻ കുറച്ച് കടുപ്പിച്ചെന്നെ ചോദിച്ചു. അവൾ തലതാഴ്ത്തി. എനിക്ക് പീരിയഡ്സ് ആയി, എനിക്ക് ഡേറ്റ് തെറ്റി. അവൻ മനസ്സിലാവാതെ അവളെ നോക്കി. ഇന്ന് 6-ാം തീയതിയാ, കറക്റ്റ് ആയില്ലേ? വരാൻ നോക്ക്. അതെ, ആ ഡേറ്റ് അല്ല. പിന്നെ ഏത് ഡേറ്റ് എന്നുള്ള രീതിയിൽ അവൻ അവളെ നോക്കി. അവൾക്കാണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ. അത് എല്ലാ മാസവും വരാറുള്ള ഡേറ്റ് തെറ്റി. ടെൻഷൻ കാരണം നേരത്തെ ഡേറ്റ് ആയി. എൻ്റെ കയ്യിൽ സാധനമില്ല, ഒന്ന് മേടിച്ചുകൊണ്ട് തരുമോ? അവൾ തലാഴ്ത്തി കണ്ണു നിറച്ചു. ഒരു പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ അവൻ കാണുകയായിരുന്നു. അവൻ മേടിച്ചുകൊണ്ടുവരാ എന്നുള്ള രീതിയിൽ തലയാട്ടി അകത്തേക്ക് പോയി. പോയ ദിവസത്തിൽ തിരികെ വന്നു. അതിന്റെ പേരെന്താ? എത്ര വേണ്ട? ആരാളെ മുഖത്തേക്ക് നോക്കാതെ തന്നെ ചോദിച്ചു. വിസ്പർ 2 പാക്കറ്റ്. അവൻ മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. മുന്നിലെ വാതിൽ പൂട്ടിയിറങ്ങി. അവൾ ബാത്റൂമിൽ നിന്ന് അകത്തേക്ക് വന്ന് വാതിലടച്ചകത്തിരുന്നു. തന്നെ പതിവില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ കണ്ടപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. അതെല്ലാം കണ്ടപ്പോൾ ദേഷ്യത്തിന് പകരം ഒരുതരം സന്തോഷമാണ് തോന്നിയത്. ആരുമില്ലാത്തവനായ തനിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, അത് സ്വീകരിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് ഓർത്തു. ചേട്ടാ 2 പാക്കറ്റ് വിസ്പർ. അവനൊരു നാണമില്ല പറയുന്നത് കേട്ടുകൊണ്ടാവാം കടക്കാരൻ അവനെ തുറിച്ചു നോക്കി. ഇവിടെ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോളാം. അവന് ദേഷ്യം കണ്ടപ്പോൾ വേഗം തന്നെ കടക്കാരൻ അത് എടുത്തു നൽകി. അവനതിന് പൈസയും കൊടുത്തു. ആരെയും വാക്കുകൾ കേൾക്കാതെ അവൻ ബൈക്കും എടുത്ത് പോയി. കെട്ടിയിട്ടുണ്ടാവില്ല, അതിനുമുമ്പേ വാങ്ങി. അല്ല, രണ്ടിന്റെ ആക്രാന്തം കണ്ടല്ലേ? ആ കൊച്ചിന്റെ കാലിലൂടെയല്ലേ ചോര വരെ വന്ന്. മോശം, നാണം കെട്ട വർഗ്ഗങ്ങൾ. ഞാനിതിനു മുമ്പേ അവരെ പല സ്ഥലത്തും തന്നെ കണ്ടിട്ടുണ്ട്. അതും ഇതിലും മോശമായി. അവർക്ക് വേണ്ടത് അവർ തന്നെ നേടും. ആൾക്ക് നാപ്കിൻ കൈമാറുമ്പോഴും അവളവനെ നോക്കിയതേയില്ല. അവന് അവളെ നോക്കാൻ ഒരു മടി പോലെ തോന്നി. ആ രാവും കടന്നുപോയി. രാവും പകലും മാറി മാറി കടന്നുപോയി. അവനോട് എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടുകൂടാൻ നോക്കിക്കൊണ്ടിരുന്നു. അവൾ പറയുന്ന മൂളി കേൾക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അവളത് കാണുമ്പോൾ മിണ്ടാതിരിക്കും. ഇപ്പോൾ അതൊരു വീട് പോലെ തോന്നി. അവൾക്ക് വേണ്ട ഡ്രസ്സുകൾ വാങ്ങി നൽകി. ആവശ്യത്തിന് വീട്ടു സാധനങ്ങളും. വലിയേട്ടാ ഒന്നിന്നേ. അവൻ ബൈക്കിന്റെ മുമ്പിലേക്ക് സൈക്കിൾ നിർത്തി. 15 വയസ്സുകാരി ഇറങ്ങി. അവന് നേരെ കൈകൾ നീട്ടി. ഞാൻ കാവ്യ വലിയേട്ടാ. എന്തോ അവള് വലിയേട്ടാ എന്നുള്ള വിളിയും നീട്ടിയ കൈയും കണ്ടപ്പോൾ അവൾക്ക് നേരെ കൈ കൊടുത്തു. എന്തെന്റെ കുഞ്ഞേച്ചി കിട്ടുന്നേ? അവന്റെ കടുപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ അവൾ നാക്കടിച്ചു. എനിക്കറിയാം എൻ്റെ കുഞ്ഞേച്ചിയെ, പാവാ. അതിനെ പഠിപ്പിക്കാൻ വേണ്ടേ. എൻ്റെ അമ്മ ഭയങ്കര സാധന. കുഞ്ഞേച്ചി കൊണ്ട് വീട്ടുപണി മുഴുവൻ ചെയ്യിപ്പിക്കും. എന്നിട്ടോ ഒന്നും കഴിക്കാൻ കൊടുക്കില്ല. ആവശ്യമില്ലാത്ത തല്ലുകയും ചെയ്യും. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറയുന്നേട്ടവൾ മനസ്സിലായി അമ്മയെ പോലെയല്ല മോളെന്ന്. അവൻ ബൈക്കിൽ കൈകുത്തി താടിക്ക് കൈ കൊടുത്ത് അവളുടെ സംസാരം കേട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.